ഇന്ന് നമുക്ക് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ? ഡെസ്ക് മേക്ക് ഓവർ സീരീസിന് ശേഷം അവതരിപ്പിക്കുന്ന അടുത്ത സീരീസാണ് പെയിൻറ്റിംഗ് ഓൺ റാൻഡം തിങ്സ്. ഇന്ന് എനിക്കൊരു ഹെക്സഗൺ മിററാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മിററൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വേണ്ട കളേഴ്സ് എടുക്കുകയാണ്. ഇന്ന് നമ്മളൊരു ഗാർഡനാണ് മിററിൻ്റെ മുകളിൽ വരയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണ്ട കളേഴ്സ് ആയിട്ടുള്ള വെള്ള, പച്ച, മഞ്ഞ, റോസ്, ലാവൻഡർ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ വരയ്ക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഐശ്വര്യമായിട്ട് പച്ചയിൽ തന്നെ തുടങ്ങാം. ബാക്ക്ഗ്രൗണ്ട് നിറച്ച് നമുക്ക് ഇലകളും ഗ്രാസും ഒക്കെ കൊണ്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ പൂക്കളുടെ കളേഴ്സ് നല്ല എടുത്ത് കാണിക്കും. പോയി നമ്മൾ സീരീസിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. പെയിൻറ്റിംഗ് ഓൺ റാൻഡം തിങ്സ് എന്നാണ് നമ്മൾ സീരീസിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഈ യൂഷ്വൽ പേപ്പർ, ക്യാൻവാസ് എന്നൊക്കെ വിട്ട് പിടിച്ച് വേറെ എന്തൊക്കെ ഐറ്റംസിൽ നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് അതിനൊരു പർപ്പസ് ഉണ്ടാക്കി കൊടുക്കാം, അത് റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ എന്ത് കണ്ടാലും പെയിൻ്റ് അടിക്കാനുള്ളൊരു ത്വര ജന്മന ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇലയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് പൂക്കളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ലാവൻഡർ കളറിലുള്ള ചെടിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിൻ്റെ പേരും ലാവൻഡർ എന്ന് തന്നെയാണ്. അങ്ങനെ ആ ഫ്ലവറിന് ശേഷം പിന്നെ മഞ്ഞ ഫ്ലവേഴ്സാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. മഞ്ഞ കഴിഞ്ഞിട്ട് ഈ തണ്ട് വരച്ചു കൊടുക്കുന്നത് വെള്ളപ്പൂക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞയ്ക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ആ വെള്ളപ്പൂ വരുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി എടുത്ത് കാണുന്നത് കേട്ടോ. ഏതായാലും വൈറ്റ് എടുത്ത സ്ഥിതിക്ക് എല്ലാ ഫ്ലവറിൻ്റെ മുകളിൽ ഒരു ഹൈലൈറ്റിങ്ങും കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. ഫൈനലി ഒരു പിങ്ക് കളർ പൂവും കൂടെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ പൂവാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷേ ആദ്യമൊന്നും ഞാൻ വിചാരിച്ച പോലെ വരുന്നില്ലായിരുന്നു, എന്നാലും ഞാനൊന്ന് ഒപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ള പൂക്കളുടെ മേലെ നീല കൊണ്ടൊരു ഹൈലൈറ്റ് ചെയ്തിട്ട് നടുക്കിൽ വെള്ള ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ഗാർഡൻ എഫക്റ്റിന് വേണ്ടിയിട്ട് എല്ലായിടത്തും കൂടെ ഒരു വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി എക്സസ് ആയിട്ടുള്ള പെയിൻറ്റൊക്കെ ഞാൻ തുടച്ച് മാറ്റി ഫ്രെയിം ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് നമ്മുടെ ഗാർഡൻ മിറർ ഫ്രെയിം? ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. സജഷൻസ് കോമെൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.